ആസ് എ സിറ്റിസൺ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ടല്ലോ. അപ്പം അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മൾ പാലിക്കണം. അനവധി യുദ്ധങ്ങളെ നേരിട്ടിട്ടുള്ള, വിവിധ വിദേശ ശക്തികളാൽ കൈമാറപ്പെട്ടിട്ടുള്ള, ചരിത്രമുറങ്ങുന്ന സെന്റ് ആഞ്ചലോസ് ഫോർട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ കുറച്ച് കഥകളും കുറച്ച് കൗതുകമുള്ള കാഴ്ചകളുമായിട്ട് നമുക്ക് പോവാം. 6:10 കോഴിക്കോട് എത്തുന്ന മംഗളൂരു എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ കണ്ണൂരിലേക്ക് പോകാൻ തീരുമാനിച്ചത്. സ്വാഭാവികമായിട്ടും വൈകി വരാറുള്ള ട്രെയിൻ കോഴിക്കോട് എത്തിയത് 6:20 അങ്ങനെ ഞങ്ങൾ 8 മണിയോടെ കണ്ണൂരെത്തി. ഞങ്ങൾ ഈ യാത്ര തിരിക്കുന്നത് ബലിപെരുന്നാളിന്റെ പിറ്റേന്നായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ക്രൗഡ് ഒന്നുമില്ല, പല ഷോപ്പുകളും അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഇന്നത്തെ യാത്രയുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് സെന്റ് ആഞ്ചലോസ് ഫോർട്ട്. അതുകൊണ്ട് തന്നെ സമയം ഒട്ടും കളയാതെ ട്രെയിനിൽ ഇറങ്ങി ഉടനെ ഒരു ക്വാളിറ്റി റെസ്റ്റോറൻറ്റിൽ നിന്ന് ചായ കുടിച്ചു നേരെ പോവാണ്. അപ്പൊ നേരത്തെ തന്നെ ഫോർട്ടിലെത്തി വലിയ ഹറിബറി ഇല്ലാതെ സമാധാനത്തോടെ ഷൂട്ട് ചെയ്യണം എന്നുള്ളതാണ് പ്ലാൻ. അവിടേക്കുള്ള യാത്രയിലെ കാഴ്ചകളും മനോഹരമായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് തൊട്ടടുത്താണ് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് ഉള്ളത്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് 25 രൂപയാണ്, ഫോറിനേഴ്സിന് 300. 500 വർഷത്തിലധികം പഴക്കമുള്ള 11.5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സെന്റ് ആഞ്ചലോ ഫോർട്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തോരം കലാപങ്ങൾക്കും യുദ്ധങ്ങൾക്കും ചെറുത്തുനിൽപ്പുകൾക്കും ഈ കോട്ട സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും. ഇതാണ് സെന്റ് ആഞ്ചലോസ് ഫോർട്ടിന്റെ ഒരു രൂപരേഖ. ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ്. ബേക്കൽ കോട്ടേനെ പോലെ നമുക്ക് തോന്നുമെങ്കിലും ബേക്കൽ കോട്ടേൻ്റെ സ്ട്രക്ചർ അല്ല ഉള്ളത്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. പാർക്കിംഗ്, മെയിൻ ഗേറ്റ്, ലൈറ്റ് ഹൗസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പോർച്ചുഗീസുകാർ കേരളത്തിലെത്തിയ സമയത്ത് അവരാദ്യം സമീപിച്ചത് സാമൂതിരിയായിരുന്നു. പക്ഷെ സാമൂതിരിക്ക് ആ സമയത്ത് ഓൾറെഡി അറബി കച്ചവടക്കാരുമായിട്ട് വാണിജ്യബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ പോർച്ചുഗീസുകാർ ഇവിടെയുള്ള കണ്ണൂരുള്ള കോലത്തിരി രാജാവുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ അവരുടെ അനുമതിയോടുകൂടി ഇവിടെ ഒരു വ്യാപാര കേന്ദ്രം ഉണ്ടാക്കി. ആദ്യം ഈ കോട്ട കാണുന്ന സ്ഥലത്ത് ആദ്യം വ്യാപാര കേന്ദ്രമായിരുന്നു. അതിന് യുദ്ധക്കോട്ട അങ്ങനെയായിരുന്നില്ല, കച്ചവടത്തിനായിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഇരിക്കെ 1506, 1505 ആ ഒരു കാലഘട്ടത്തിൽ ഡോ ഫ്രാൻസിസ് ഡി അൽമേഡ എന്ന് പറയുന്ന വൈസ്രോയി ഇവിടെ വരികയും ഇവിടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് കോട്ടകൾ സ്ഥാപിക്കുകയും ചെയ്തു. ആ സമയത്ത് സ്ഥാപിച്ച കോട്ടയാണ് ഈ കാണുന്ന സെന്റ് ആഞ്ചലോസ് ഫോർട്ട്. അങ്ങനെ നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് കടക്കുകയാണ് കേട്ടോ. കോട്ടവാതിലിന്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് ഇങ്ങനെ പീരങ്കികൾ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് കോട്ടവാതിൽ. ഇതിലിരിക്കുന്ന കൂർത്ത സ്ട്രക്ചർ കണ്ടോ? ഇത് യുദ്ധസമയത്ത് ആന പോലും ചവിട്ടിയാൽ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കോട്ടയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കുറച്ച് അറകൾ കാണാൻ പറ്റും. ഇത് തടവറയാണോ വേറെ എന്തെങ്കിലും ആണോ, നോ ഐഡിയ. ഈ കോട്ടയുടെ എവിടെ നോക്കിയാലും പീരങ്കികൾ കാണാം, ചുറ്റും പീരങ്കികളാണ്. ഈ കാണുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തുള്ള കസേരകളാണ്. ഈ കാണുന്നത് ശരിക്കും തടവറ തന്നെയാണ് കേട്ടോ. ഞാൻ ഈ കൂളായിട്ട് നടന്നു പോകുന്നത് നോക്കണ്ട, ശരിക്കും എനിക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. എത്ര മനുഷ്യന്മാര് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് അറിയിച്ചിട്ടുണ്ടാവൂല്ലേ. ഇപ്പൊ നടന്നു പോകുന്നത് കോട്ടയുടെ റൈറ്റ് സൈഡിലുള്ള ഒരു വഴിയിലേക്കാണ്. അത് എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത് നമുക്ക് നോക്കാം. വ്യൂ എല്ലാം നല്ല രസമുണ്ടല്ലേ, നല്ല നീലാകാശവും ചെങ്കൽപ്പാതയും. നമ്മളിപ്പൊ കാണുന്ന ഈ കോട്ട തീർത്തും പോർച്ചുഗീസ് നിർമ്മിതിയാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇത് 1790 ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തി. അങ്ങനെ അവര് 1796 നവീകരിച്ചു, അന്നത്തെ 2 ലക്ഷത്തിന്. ആ നവീകരിച്ച രൂപമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വഴി എത്തിച്ചേരുന്നത് ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കോട്ടയുടെ മുകൾ ഭാഗത്തെത്തി. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ കോട്ടയുടെ ചുറ്റും നമുക്ക് പീരങ്കികൾ കാണാൻ പറ്റും. അത് അതേപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് പീരങ്കി ഉണ്ടകൾ സൂക്ഷിച്ച സ്ഥലവും കാണാൻ ഉണ്ട്, അത് നമുക്ക് കാണാം. ഈ ഫോർട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ 3 ഭാഗവും കടലും ഒരു ഭാഗത്ത് കിടങ്ങ് നിർത്തിയിട്ട് വെള്ളമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഫോർട്ടാണെന്ന് പറയാം. അപ്പോൾ കടൽ വഴി യുദ്ധം വരുമ്പോൾ ഇവർ ഈ പീരങ്കികൾ വെച്ച് ചെറുത്ത് നിൽക്കുകയാണ് ചെയ്യുക. ഈ കോട്ടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മിക്സഡ് ഫീലിങ്സ് ആണ് കേട്ടോ വരുന്നത്. അതായത് പാസ്റ്റ് ആലോചിക്കുമ്പോൾ യുദ്ധങ്ങൾ, കലാപങ്ങൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു നെഗറ്റീവ്. പക്ഷെ കോട്ടയുടെ മുകളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ വ്യൂ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഈ സ്പേസ് എനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ കാണുമ്പം കടൽ ഫുള്ള് കാണാം, ഇവിടെ കുറെ മരങ്ങള്, നല്ല രസമുണ്ട്. നമ്മൾ ഈ നടക്കുന്നത് കോട്ടയുടെ മുകൾ ഭാഗത്തൂടെയാണ് കേട്ടോ. അപ്പൊ നല്ല വെയിലുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് കാണാൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കാണാൻ വരണം. അപ്പൊ ഈ വെയിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ഉണ്ടായത് കടലിന്റെ വേറൊരു സൗണ്ടാണ് കേട്ടോ. അപ്പൊ വേറൊരു സൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ, 3 ഭാഗത്തും കടൽ തിരമാലകള് അവിടെയുള്ള കല്ലിൽ വന്ന് ഇടിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് വേറെയാണ്. പണ്ട് കാലത്ത് സമുദ്രയായിരുന്നു, സമുദ്രശക്തി നല്ലോണം ഉണ്ടായിരുന്ന ആള്.
അപ്പൊ പോർച്ചുഗീസ് ഇവിടെ കോട്ട വന്നപ്പം പോർച്ചുഗീസുകാർക്ക് കുറച്ചുകൂടി ഒരു മേൽക്കോയ്മ വന്നു തുടങ്ങി. അപ്പൊ അക്കാലത്ത് ഇങ്ങോട്ട് ഈ കണ്ണൂർ ഭാഗത്തേക്ക് വന്നിരുന്ന സാമൂതിരിയുടെ കപ്പൽ പടയെ, അതായത് അവർ കച്ചവടത്തിനായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുമായിട്ട് ഇവർ കൊമ്പ് കോർക്കുകയും അത് വലിയ യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നടന്നൊരു സ്ഥലമായിരിക്കാം ഇത്, കാരണം കടൽ വഴിയാണല്ലോ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പോകുന്നത് ഇവിടെ ഉള്ളൊരു തടവറയിലേക്കാണേ. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാല് ഇവിടെ പണ്ട് ഒരു മരത്തിന്റെ വാതിലുണ്ടായിരുന്നു. അപ്പൊ അത് അടച്ചു വെച്ചാല് ഈ വഴിയാണ് അവർക്ക് ഫുഡ് കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഇത് അത്രയും കട്ടിയുണ്ട്, ഈ ഭിത്തിക്ക് തന്നെ കാനമുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് വെളിച്ചൊന്നും കാണില്ല, ഫുഡ് മാത്രം കിട്ടും. ഈ കാണുന്ന സ്ഥലത്തിൽ ചില സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് കേട്ടോ, കാണാൻ തന്നെ നല്ല രസമില്ലേ. ഈ കാണുന്ന സ്ഥലത്തായിരുന്നു പണ്ട് കുതിരകളെ അവർ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നത്. യുദ്ധ ആവശ്യത്തിനുണ്ടായിരുന്ന കുതിരകളെല്ലാം പാർപ്പിച്ച് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. ഇതുവരെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഒരു ട്രെയിനിന്റെ സ്ട്രക്ചറിലാണ്. ഇത് നമുക്ക് നോക്കിയാൽ അറിയാം, ട്രെയിനിന്റെ ബോഗികൾ പോലെ തോന്നും. അപ്പൊ ഈ കാണുന്നതെല്ലാം പട്ടാളക്കാരുടെ റൂമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടികളാണ് ഈ കാണുന്നത്. നമ്മളിങ്ങനെ ചരിത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അവിടെ കൊണ്ടുപോയി നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് ഒട്ടും നല്ലതല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതിന് ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ആസ് എ സിറ്റിസൺ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ടല്ലോ. അപ്പോൾ അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മൾ പാലിക്കണം. ഈ പരിപാടി ഈ കാണുന്നത് എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി നമ്മളെ പേരെഴുതി വെക്കുന്നത്? ചരിത്രത്തിന്റെ ഭാഗമാകാനാണോ? ചരിത്രത്തിന്റെ ഭാഗമാവാന്ന് പറയുന്നത് ഇങ്ങനെയല്ലല്ലോ. ഇവിടുത്തെ തടവറകൾ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ തടവറകളിൽ എവിടെയോ ഏതിലോ ഒന്നില് ഒരു പോർച്ചുഗീസ് വൈസ്രോയും തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് അൽബുക്കർക്ക്. അൽമേഡയ്ക്ക് ശേഷം വൈസ്രോയി ആവാനിരുന്നത് അൽബുക്കർക്കായിരുന്നു. അങ്ങനെ 1508 അൽബുക്കർക്ക് കപ്പലേറി കണ്ണൂരിൽ എത്തുകയും ചെയ്തു. പക്ഷേ സ്ഥാനമൊഴിയാൻ താല്പര്യമില്ലാതിരുന്ന അൽമേഡ അൽബുക്കർക്കിനെ തടവിലാക്കി. നമ്മളിവിടെ വന്ന കോട്ട ചുറ്റി കാണുകയാണെങ്കിൽ ഫുൾ വെയിലാണ്, കടലിന്റെ അടുത്താണ്, നല്ല ചൂടാണ്. പക്ഷെ ഈ ഒരു ഏരിയ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമുക്ക് ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ട് കോട്ട കാണാൻ വരികയാണെങ്കിൽ ഇവിടെ ഇരുന്ന് നമുക്ക് ചില്ല് ചെയ്യാം. 2015 ഇവിടെ നവീകരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് മണ്ണ് കുഴിച്ചപ്പോൾ 1500 പീരങ്കി ഉണ്ടകൾ കിട്ടി. പിന്നെ അവർ വീണ്ടും അതൊരു റിസർച്ചിന്റെ ഭാഗമായിട്ട് കുഴിച്ചു നോക്കിയപ്പോഴാണ് 35,900 സംതിങ് പീരങ്കി ഉണ്ടകൾ കണ്ടെടുത്തു. ആ കാണുന്നതാണ് ഇത് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ചെറിയ പീരങ്കി ഉണ്ട എന്ന് പറയുന്നത് 250 ഗ്രാമാണ്. 250 ഗ്രാം മുതൽ 9 കിലോ വരെയുള്ള പീരങ്കി ഉണ്ടകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. നമ്മളെ കോട്ട ഭിത്തിയുടെ കനം എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചത് വരൂ. ഇവിടുന്ന് അവിടെ കോട്ടഭിത്തി തുടങ്ങിയതാ, ഇവിടം വരെ കോട്ടഭിത്തിയാണ്. ഈ കാണുന്ന പീരങ്കികളെല്ലാം കുറച്ചുകൂടി വലുതാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും വലുപ്പമുണ്ട് ഇതിനെല്ലാം. ഞങ്ങൾ വന്ന സമയത്ത് കുറെ കുട്ടികൾ ഇതിന്റെ മുകളിൽ കയറിയിരുന്ന് ഫോട്ടോ എടുക്കുന്നെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ മാറിയപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ ഇവിടെ കോട്ടയുടെ ഒരു ഭാഗത്ത് ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പണ്ടുണ്ടായിരുന്നതായിരിക്കില്ല, ഇപ്പൊ ഒരു ടൂറിസം ആകർഷണീയതയ്ക്ക് ഉണ്ടാക്കിയതായിരിക്കും. ഗാർഡൻ ചെന്നെത്തുന്നത് കടലിന്റെ അടുത്തേക്കാണ് കേട്ടോ. കടലിന്റെ അരികിലേക്ക് നമുക്കൊന്നും പോകാൻ പറ്റില്ല, കമ്പി ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഗാർഡനിൽ നിന്ന് കടൽ കാഴ്ചകൾ കാണാം. ഏതാണ്ട് 1.5 മണിക്കൂറിലധികം നേരം ഞങ്ങൾ ഇവിടെ ചെലവഴിച്ചു കേട്ടോ. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പൊ കഥകളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കൂടെ കൂടാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. Stay tuned for the next video.